ശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദർശനക്കാരെ സൂക്ഷിക്കുക, ദർശനമുള്ളവരും സൂക്ഷിക്കുക. ദർശന സഭയെക്കുറിച്ചല്ല ഇവിടെ പറയുക. കരിസ്മാറ്റിക് ധ്യാനത്തിലൂടെ പരിശുദ്ധാരൂപിയുടെ പ്രത്യേകമായ ദർശനവരം സ്വീകരിച്ചിട്ടുള്ളവരുണ്ട്. ധാരാളം അൽമായരുണ്ട്, വൈദികരുണ്ട്, സന്യസ്തരുണ്ട്. ആ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. ഈശോ മിശിഹ സമരിയാക്കാരി സ്ത്രീയുടെ ജീവിതം വായിച്ചറിഞ്ഞതുപോലെ ദർശനവരത്തിൻ്റെ സഹായത്താൽ രഹസ്യങ്ങൾ, മറന്നുപോയിട്ടുള്ള പാപങ്ങൾ ഓർമ്മപ്പെടുത്തുവാനായിട്ട് കൗൺസിലിങ്ങിൽ സാധിക്കുന്നുണ്ട്. അത് ദർശനപരമാണ്. എല്ലാവർക്കും മാമോദീസായിലൂടെ അത് നൽകപ്പെടുന്നുണ്ട്. പരിശുദ്ധ കുർബാനയിലൂടെ അത് ഉജ്ജ്വലിപ്പിക്കപ്പെടുന്നുണ്ട്. എല്ലാ പുരോഹിതർക്കും നൽകപ്പെടുന്നുണ്ട് പൗരോഹിത്യത്തിലൂടെ. പക്ഷേ എല്ലാവരും, അൽമായരും പുരോഹിതരും സന്യസ്തരും, മാമോദീസ സ്വീകരിച്ച എല്ലാവരും അത് വളർത്തിയെടുക്കേണ്ട ഒരു ആധ്യാത്മികമായ ഒരു കലയാണ്. അത് ആത്മീയമായിട്ട് വളർത്തിയെടുക്കാതെ വരുമ്പോൾ സ്വർഗീയ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാരൂപി അതിലേക്ക് കയറും. സ്വർഗീയ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാരൂപി അത് പൗലോസ്ലീഹായുടെ വചനമാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഏതാണ് ഈ സ്വർഗീയ ഇടം? ഭൂമി മുഴുവനും സ്വർഗമാണ്. ഓരോ വ്യക്തിയിലും സ്വർഗരാജ്യമുണ്ട്. ആരാധനക്രമത്തിൽ സ്വർഗമുണ്ട് പ്രത്യേകമായി. അതെ, സ്വർഗീയ ഇടങ്ങളിലേക്ക് ദുഷ്ടാരൂപി കടന്നു വരുന്നു. സ്വർഗീയ ഇടങ്ങളിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാരൂപിക്കെതിരായിട്ടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ദർശനങ്ങളിലെ ദുഷ്ടാരൂപി മാലാഖയുടെ വേഷം കെട്ടാം. അത് വിവേചിച്ചറിയാനായിട്ട് സാധിക്കണം. അല്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാണ്. അതിൻ്റെ നല്ലൊരു തെളിവാണ് രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിലെ 13-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവം. ഒരു പ്രവാചകൻ രാജാവിൻ്റെ അടുക്കിലേക്ക് അയക്കപ്പെട്ടു. കാരണം രാജാവ് അവിടെ വിജാതീയ ദേവന് ധൂപം അർപ്പിക്കുകയാണ്. അവിടെ ചെന്ന് രാജാവിനോട് പറഞ്ഞു, നീ ചെയ്യുന്നത് തെറ്റാണ്, നിനക്ക് കഠിനമായ ശിക്ഷയുണ്ടാകും, ഇപ്പോൾ തന്നെ തെളിവായി ബലിപീഠം പിളർക്കപ്പെടും, അടയാളമായി പറയുകയാണ്. അതിൽ നിന്നും ചാരം പുറത്തു വരും, അടയാളമായി അതവിടെ സംഭവിച്ചു. ഏതായാലും ഇത് പറഞ്ഞ പ്രവാചകനെ പിടിക്കാനായി രാജാവ് ബലിപീഠത്തിൽ നിന്ന് കൈ നീട്ടിയപ്പോൾ രാജാവിൻ്റെ കൈ നിശ്ചലമായി പോയി. രാജാവ് പ്രാർത്ഥിച്ചു, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ അടയാളമായിക്കൊണ്ട് ദൈവമനുഷ്യൻ തന്നിലുള്ള ദൈവിക സാന്നിധ്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് അവന് സൗഖ്യം കൊടുത്തു. അങ്ങനെ രാജാവ് പറഞ്ഞു, നീ കൊട്ടാരത്തിലേക്ക് വാ, ഭക്ഷണം കഴിക്കാം, നിനക്കൊരു വലിയ സമ്മാനം തരാം. പക്ഷേ ഈ ദൈവമനുഷ്യൻ പറഞ്ഞു, ഞാൻ വരില്ല. കാരണം ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ വേറെ എങ്ങും പോകരുത്, ഒരിടത്തു നിന്ന് ഭക്ഷണം കഴിക്കരുത്, നീ തിരിച്ചു പോരണം. അങ്ങനെ ദൈവമനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരത്തിനനുസരിച്ച് തിരിച്ചു പോന്നപ്പോൾ ഈ സംഭവം കേട്ട വൃദ്ധനായ മറ്റൊരു ദൈവമനുഷ്യൻ, മറ്റൊരു പ്രവാചകൻ ഈ ദൈവമനുഷ്യനെ വിളിക്കുകയാണ്. നേരിട്ട് വന്ന് തൻ്റെ ഭവനത്തിലേക്ക് വിളിക്കുകയാണ്. അപ്പോൾ ഈ ദൈവമനുഷ്യൻ പറഞ്ഞു, ഞാൻ വരികയില്ല, കാരണം ദൈവത്തിൻ്റെ ആജ്ഞയാണത്. ഉടനെ വൃദ്ധനായ പ്രവാചകൻ പറഞ്ഞു, ഞാനും പ്രവാചകനാണ്, എനിക്ക് കിട്ടിയ സന്ദേശമാണ്, നീ ഭവനത്തിലേക്ക് വരണം, ഭക്ഷണം കഴിക്കണം. നിങ്ങൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ അവിടെ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്, അത് വ്യാജമായിരുന്നു. അങ്ങനെ ആ പ്രവാചകൻ ഒരുപക്ഷേ നുണ പറഞ്ഞതാകാം, എന്തെങ്കിലും ആകട്ടെ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ വൃദ്ധനായ പ്രവാചകന് ദൈവത്തിൻ്റെ സ്വരമുണ്ടായി. എന്താണ് സ്വരം? ദൈവം നൽകിയ സന്ദേശത്തിനനുസരിച്ച് ഒരിടത്തേക്കും പോയി ഭക്ഷണം കഴിക്കാതെ തിരിച്ചു വരണമെന്നുള്ളതായ കൽപ്പന ലംഘിച്ചു. അതുകൊണ്ട് വഴിയിൽ വെച്ച് സിംഹം അവനെ കൊല്ലും. വൃദ്ധനായ പ്രവാചകൻ അത് പറഞ്ഞു. അങ്ങനെ ദൈവമനുഷ്യൻ തിരിച്ചു പോയി. പക്ഷേ സിംഹം വഴിയിൽ വെച്ച് കൊന്നുകളഞ്ഞു. വൃദ്ധപ്രവാചകൻ അവിടെ ചെന്നപ്പോൾ കാണുന്നത്, ഈ ദൈവമനുഷ്യനെ സിംഹം കൊന്നെങ്കിലും ഭക്ഷിച്ചിട്ടില്ല, കഴുതയും അവിടെ നിൽക്കുന്നു. നിങ്ങൾ ഈ ഭാഗം വായിക്കണം. വളരെയധികം ചിന്തിക്കേണ്ട ഒരു 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 ബൈബിൾ ഭാഗമാണിത്. അതുകൊണ്ട് ദർശനമുള്ളവരെ സൂക്ഷിക്കുക, തങ്ങളുടെ ദർശനങ്ങളിൽ തെറ്റുപറ്റാം. ഇവിടെ 2 പ്രവാചകന്മാർക്കും തെറ്റുപറ്റി, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. അതുകൊണ്ട് ദർശനവരം ഉപയോഗിച്ച് കൗൺസിലിംഗ് നടത്തുന്നവരും ദർശനവരം ഉള്ളവരുടെ അടുക്കിലേക്ക് കൗൺസിലിങ്ങിന് പോകുന്നവരും ദർശനത്തെ ശരിയായ രീതിയിൽ വിവേചിച്ചറിയാൻ തയ്യാറാകണം. അല്ലെങ്കിൽ ദുഷ്ടാരൂപി അവിടെ കയറിക്കൂടും. ഒരുപക്ഷെ ഞാൻ നൽകുന്ന 10 സന്ദേശങ്ങൾ ശരിയായിരിക്കും, പക്ഷെ 11-ാമത്തെ സന്ദേശത്തിലേക്കായിരിക്കാം പിശാച് കയറി വരുന്നത്. സാത്താൻ മാലാഖയുടെ വേഷം കെട്ടുക, അത് വിവേചിച്ചറിയണം. അതെങ്ങനെ സാധിക്കും? ഒന്നാമതായി ദർശനവരങ്ങൾ ഉള്ളവരുടെ അടുക്കൽ പോകുന്നവരെ ഓർക്കേണ്ട കാര്യം, ഒരു ദർശനവും അതിൽ തന്നെ 100% പൂർണ്ണമായിട്ട് സ്വീകരിക്കാതിരിക്കുക. അതേസമയം സഭയുടെ പഠനങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ ഒട്ടും
സ്വീകരിക്കേണ്ട. ഏതെങ്കിലും ഒരു കൗൺസിലിംഗ് നടത്തുന്ന വ്യക്തി നമ്മളോട് ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു മോസ്കിലോ എവിടെയെങ്കിലും ഒരു നേർച്ച ചെയ്യാൻ പറയുകയാണെങ്കിൽ തീർച്ചയായും ആ സന്ദേശം ദുഷ്ടാരൂപിയിൽ നിന്നാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല. നമ്മളെക്കൊണ്ട് സാധിക്കാത്ത എന്തെങ്കിലും വഴിപാടുകൾ ചെയ്യാൻ പറയുകയാണെങ്കിൽ, ഒരു ഉദാഹരണത്തിന് നീ 10,000 രൂപ കൊടുത്ത് ഒരു പരിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് പറഞ്ഞാൽ, കുർബാന നിയോഗമായിട്ട് കൊടുക്കണമെന്ന് പറയുമ്പോൾ തീർച്ചയായും അമ്പലത്തിൽ പൂജയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി ഒരു മുസ്ലിമിന് നീ 1,00,000 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ദർശനത്തിലൂടെ 10,000 രൂപ കുർബാനയ്ക്കായിട്ട് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയൊക്കെ വിവേചിച്ചറിയണം. അതുപോലെ ദർശനവരം ഉള്ളവരും ദർശനവരം ഇല്ലാത്തവർ ഉള്ളവരിന്നത് സന്ദേശം സ്വീകരിക്കുമ്പോഴും വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം, ശാന്തമാവുക, ദൈവത്തിൻ്റെ സ്വരം വ്യക്തിപരമായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ എല്ലാവരും അടുക്കലടുക്കൽ കുമ്പസാരിക്കണം. ജീവിതവിശുദ്ധി ഉണ്ടാകണം. ജീവിതവിശുദ്ധി ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം ശരിക്കും വിവേചിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാകും. മാത്രമല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളും കുമ്പസാരത്തിൽ പറയണം, അഭിപ്രായം ചോദിക്കണം. കുമ്പസാരം എന്ന് പറയുമ്പോൾ വെറും പാപമോചന വേദി മാത്രമല്ല, ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കാനുള്ള കൗൺസിലിംഗ് സ്ഥലം കൂടിയാണത്. അതെ, കുമ്പസാരം എന്ന് പറയുമ്പോൾ കൗൺസിലിംഗുമുണ്ട്, പാപമോചനമുണ്ട്. പക്ഷേ കൗൺസിലിങ്ങിൽ പാപമോചനമില്ല. അപ്പോൾ സന്ദേശങ്ങൾ ശരിയോ തെറ്റോ കുമ്പസാരത്തിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ചർച്ച ചെയ്യാം, ചോദിക്കാം. ഇങ്ങനെ ഒരാൾ പറഞ്ഞല്ലോ, എന്തു വേണം, ധൃതി കൂട്ടരുത്. അപ്പോൾ ദർശനപരമുള്ളവർ വളരെ വിവേകത്തോടു കൂടി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണിത്. ഇന്ന് ധാരാളം പേർക്ക് ദർശനപരങ്ങളുണ്ട്. പലരും പരസ്യമായിട്ട് പ്രസംഗങ്ങളിൽ പറയാറുണ്ട്, ഈശോ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഈശോ എന്നോട് ഇങ്ങനെ പറഞ്ഞു. ശരിയാണ്. അതേസമയം രക്ഷാകര ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവം അബ്രാഹത്തെ വിളിച്ചു, മോശയെ വിളിച്ചു. എങ്കിലും എല്ലായ്പ്പോഴും അങ്ങനെയല്ല. ദാവീദിൻ്റെ അടുക്കിലേക്ക് പ്രവാചകനാണ് അയച്ചത്. ദൈവം വ്യക്തികളിലൂടെയാണ് നയിക്കുന്നത്. സാവോളിനെ കുതിരപ്പുറത്ത് നിന്ന് തട്ടിയിട്ടു. പക്ഷേ സാവോളിനോട് പറഞ്ഞു, നീ അനന്യാസിൻ്റെ അടുക്കിലേക്ക് പോകണം. അപ്പോൾ രക്ഷാകര ചരിത്രത്തിൽ നമ്മൾ കാണുക, ദൈവം 2 രീതിയിലെ വ്യക്തികളെ നയിക്കുന്നുണ്ട്. ഒന്ന്, തീർത്തും വ്യക്തിപരമായ രീതിയിൽ വ്യക്തിപരമായ ദർശനങ്ങൾ നൽകി സന്ദേശങ്ങൾ നൽകിക്കൊണ്ട്. അത് മിസ്റ്റിസിസമാണെന്ന് പറയാം, അത് നിഷേധിക്കാൻ പറ്റുകയില്ല, അത് സത്യമാണ്. പക്ഷേ ദൈവം പലപ്പോഴും ഇന്ന് സഭയിലൂടെയാണ് നയിക്കുക, മറ്റുള്ളവരിലൂടെയാണ് നയിക്കുക. അതുകൊണ്ട് തെറ്റ് പറ്റാതിരിക്കുവാൻ, ആരോടെങ്കിലും തുറന്നു പറയുവാൻ, ഒരാളോടും കൂടി തുറന്നു പറയുവാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെ ദർശനപരമുള്ളവർക്ക് ആത്മാക്കളെ ശരിയായ രീതിയിൽ നയിക്കുന്നവരാകട്ടെ. ദർശനങ്ങളുള്ളവരുടെ അടുക്കൽ പോയി സന്ദേശങ്ങൾ സ്വീകരിക്കുമ്പോൾ തെറ്റുപറ്റാതിരിക്കാൻ സാധിക്കട്ടെ. പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.